ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് OT ആൻഡ് AT അഥവാ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി എന്ന കോഴ്സുകളെ പറ്റിയാണ്. ഹെൽത്ത് കെയർ ഫീൽഡിൽ ഒരുപാട് ജോലി അവസരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ആണ് ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാറുള്ളത്. പൊതുവെ കേരളത്തിലെ AT ആൻഡ് OT പഠിക്കാനുള്ള കോളേജുകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട് തുടങ്ങിയ സ്റ്റേറ്റുകളിൽ ഈ ഒരു കോഴ്സ് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം വർഷാവർഷം കൂടി വരികയാണ്. അതുപോലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും കേരളത്തെ അപേക്ഷിച്ച് കർണാടക, തമിഴ്നാട്ടിൽ ഉണ്ട് താനും. BSc AT ആൻഡ് OTക്ക് പുറമെ ഇതിന്റെ ഡിപ്ലോമ കോഴ്സുകളും അവൈലബിൾ ആണ്. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളൊരു ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിസ്റ്റ് ആയിട്ട് മാറാൻ കഴിയും. പൊതുവെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ ഇൻസ്ട്രുമെന്റ്സും മെഷീൻസും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും ഒരു ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ അവിടെ ഒരു സർജറി നടക്കുന്നതിന് മുന്നേ ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരിക്കുന്നതും ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതുമൊക്കെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിസ്റ്റിന്റെ ഡ്യൂട്ടി തന്നെയാണ്. ഇനി നമുക്ക് എന്താണ് BSc അനസ്തേഷ്യ ടെക്നോളജി എന്ന് നോക്കാം. അനസ്തേഷ്യ എന്ന വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഒരു രോഗി ഒരു സർജറിക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുന്നേ സാധാരണയായിട്ട് അനസ്തേഷ്യ കൊടുക്കാറുണ്ട്. അത് ചിലപ്പോൾ ഫുൾ അനസ്തേഷ്യ ആകാം, അതല്ലെങ്കിൽ പാർഷ്യൽ അനസ്തേഷ്യയുമാകാം. ഫുൾ അനസ്തേഷ്യ ആകുമ്പോൾ നമ്മൾ ഫുള്ളി അൺകോഷ്യസ് മൈൻഡിലേക്ക് പോകും. പാർഷ്യൽ അനസ്തേഷ്യ എന്നത് സർജറി ചെയ്യുന്ന ഭാഗം മാത്രമായിരിക്കും മരവിപ്പിക്കുന്നത്. സോ ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ അനസ്തേഷ്യ കൊടുക്കുന്നത് ഡോക്ടേഴ്സ് ആയിരിക്കും. അവരെ അസിസ്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ഈ ഒരു അനസ്തേഷ്യ ടെക്നോളജിസ്റ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. BSc ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, BSc അനസ്തേഷ്യ ടെക്നോളജി എടുക്കാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എല്ലാ പാരാമെഡിക്കൽ കോഴ്സിന്റെ എലിജിബിലിറ്റി പോലെ തന്നെ നിങ്ങൾ +2 സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളിൽ മിനിമം 50% മാർക്കോടെ നിങ്ങൾ പാസ്സായിട്ടുണ്ടായിരിക്കണം. കേരളത്തിൽ LBSന്റെ റാങ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷൻ നടക്കുക. ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അവിടെ അഡ്മിഷൻ എടുക്കാനുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് അതാത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ എൻട്രൻസ് മാർക്സിന്റെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ +2 മാർക്സിന്റെ അടിസ്ഥാനത്തിലോ സീറ്റ് കിട്ടും. സയൻസ് സബ്ജക്റ്റിലായതുകൊണ്ട് തന്നെ അനസ്തേഷ്യ, ഓപ്പറേഷൻ തിയേറ്റർ ഇതിനെപ്പറ്റിയൊക്കെ ആയിരിക്കും നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് കൂടുതലായി പഠിക്കാൻ വരിക. ഇനി ഈ കോഴ്സിന്റെ ഹയർ ഓപ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ BSc AT OTയുടെ PG കോഴ്സുകളും അവൈലബിൾ ആണ്. അതുകൊണ്ട് കേരളത്തിൽ പൊതുവെ സീറ്റുകൾ കുറവാണ്. ബാംഗ്ലൂർ, കർണാടക ഭാഗത്തേക്കൊക്കെ അഡ്മിഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല ഓപ്ഷൻസുകൾ നമുക്ക് ATക്കും OTക്കും അവൈലബിൾ ആണ്. തീർച്ചയായും AT അഥവാ അനസ്തേഷ്യ, OT അഥവാ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി അഡ്മിഷൻ നിങ്ങൾ BScയോ ഡിപ്ലോമയോ കേരളത്തിലോ തമിഴ്നാട്, കർണാടക ഭാഗത്തേക്ക് അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇത് എൻ്റെ വാട്സ്ആപ്പ് നമ്പറാണ് 8072918097.